ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ഹോണറ്റ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കണ വർക്ക് എന്ന് പറഞ്ഞാലേ ഫോർക്ക് ഓയിൽ മാറ്റണേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഫോർക്ക് ഓയിൽ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റണം, ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക് ചെക്കപ്പ് കാളിപ്പറിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്, വാഷിംഗ് ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് 2 കംപ്ലയിൻറ്റുകളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന്, ചെയിൻ നല്ല രീതിയിൽ സൗണ്ടാണ്. നമ്മളത് ചെയിൻ എങ്ങനെ ടൈറ്റ് ചെയ്താലും സൗണ്ട് മാറില്ല. അത് ചെയിൻ സ്പോക്കറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്. ചെയിൻ ഓവർലാപ്പിംഗ് ആണ്, കയറി ഇറങ്ങിയാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയിൻ ടൈറ്റ് ചെയ്താലും നമുക്ക് ആ സൗണ്ട് കാണിക്കും. നമ്മൾ ടൈറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ട്രയൽ അടിച്ചിട്ടാണ് വണ്ടി കയറ്റിയാണ്. അപ്പോൾ അങ്ങനെ ചെയിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ കോൺസെറ്റ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. കോൺസെറ്റ് ചെറിയൊരു അടി ഉണ്ടായിരുന്നു. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ നമുക്കിതിനകത്ത് പറഞ്ഞേക്കണം വേറെ 1-2 വർക്കുകൾ എന്ന് പറഞ്ഞാൽ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ത്രോട്ടിൽ ബോഡി ക്ലീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് BS6 മോഡൽ വണ്ടികൾക്കാണ്. ഇതെനിക്ക് മിക്കവാറും നിങ്ങൾ കാർബറേറ്റർ ക്ലീനിങ് ആയിരിക്കും ഉദ്ദേശിച്ചത്. അത് കൃത്യമായിട്ട് വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് പറയണം നമ്മുടെ അടുത്ത്. കാരണം കാർബറേറ്റർ ക്ലീനിങ് നിലവിൽ നമ്മുടെ വണ്ടിക്ക് ഓടിച്ചു നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കംപ്ലയിൻസുകളൊന്നും പ്രത്യക്ഷത്തിൽ ഇപ്പോൾ കാണുന്നില്ല. നമ്മൾ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ പെട്രോൾ E20 പെട്രോളാണ്, എത്തനോളാണ് 20%. അത് അലുമിനിയം ബോഡിയും, അതായത് ഈ കാർബറേറ്ററിൻ്റെ ഈ കാണുന്ന മെറ്റീരിയൽ അലുമിനിയമാണ്. അലുമിനിയമായിട്ട് കെമിക്കൽ റിയാക്ഷൻസ് വന്നിട്ട് ദ്രവിക്കുന്ന ഒരു കംപ്ലയിൻറ്റ് സാധാരണ രീതിയിൽ വരാറുണ്ട്. നമ്മുടെ വണ്ടിക്ക് അത് ഉണ്ടോ എന്നുള്ളത് അറിയില്ല, അത് അഴിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ അഴിച്ചിട്ട് അത് അങ്ങനെ നിലവിലുണ്ടെന്നുണ്ടെങ്കിൽ ഓവർഫ്ലോ വരാനുള്ള സാധ്യത കൂടുതലാണ്. പെട്രോൾ ഈ അടിയിലെ പൈപ്പ് വഴി താഴേക്ക് ചാടി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാർബറേറ്റർ അസംബ്ലി നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാർബറേറ്ററിന് പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ കാർബറേറ്ററിൻ്റെ ഭാഗം ഇപ്പോഴത്തെ സ്റ്റേജിൽ തൊടാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ത്രോട്ടിൽ ബോഡി എന്ന് ഉദ്ദേശിച്ച് കാർബറേറ്റർ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് പറയണം. അത് അഴിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാർബറേറ്റർ പിന്നെ മാറ്റേണ്ടതായിട്ട് വരും. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊന്നും ആയിരിക്കണമെന്നില്ല. ഇപ്പം നിലവിൽ കംപ്ലയിൻ്റ് ഇല്ല, ക്ലീൻ ചെയ്ത് കയറ്റി ചിലപ്പോൾ ഇപ്പം തന്നെ ഓവർഫ്ലോ വരും. അതാണ് വേറൊരു കേസ് കേട്ടോ. അപ്പോൾ അതൊന്നും അറിഞ്ഞിരിക്കുക, അതിന് ശേഷം പെർമിഷൻ തരാം. പിന്നെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞത് ഫ്രണ്ട് കംപ്ലയിൻ്റ് അല്ല, പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ മാറുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. ഈ മോഡലിലേക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ നിലവിൽ നമ്മളതിൻ്റെ ഷോക്കിൻ്റെ ആക്ഷനൊക്കെ ചെക്ക് ചെയ്തു, വർക്കിങ്ങിനൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല. ഇതിൻ്റെ ഫോർക്ക് ഓയിലും മാത്രമായിട്ട് മാറ്റാൻ അഴിക്കാതിരിക്കണമായിരിക്കും ബുദ്ധി. അഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർക്കിൻ്റെ ഈ ഓയിൽ സീലും ഓയിലും കൂടി മാറ്റാം, അതായിരിക്കും ഏറ്റവും നല്ലത്. ഫോർക്ക് ഓയിൽ മാത്രമായിട്ട് മാറ്റുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ അഴിക്കുമ്പോൾ ഈ പൈപ്പിൻ്റെ തേയ്മാനം ഓയിൽ സീലിൻ്റെ കറക്റ്റ് ഒരു അലൈൻമെൻറ്റിലായിരിക്കും കിടക്കുക. കറക്റ്റ് ഫിക്സഡ് ആയിട്ടുള്ളൊരു ഇതായതുകൊണ്ട് കറക്റ്റ് അലൈൻമെൻറ്റിലായിരിക്കും നിൽക്കുക. അഴിച്ചിട്ട് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പൈപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് കറങ്ങാനായിട്ടുള്ള സാധ്യത, കാരണം നമ്മൾ തിരിക്കുന്ന കറക്റ്റ് പൊസിഷനിലായിരിക്കണമെന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ സീൽ മാറ്റിയിട്ടില്ലെങ്കിൽ ഓയിൽ ലീക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യക്ഷത്തിൽ നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ നിലവിൽ ഓയിൽ ലീക്ക് ഇല്ല. അപ്പോൾ ഫോർക്ക് ഓയിൽ മാറ്റാൻ നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ പിന്നിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതറിഞ്ഞിട്ട് വേണം നമുക്ക് അതിനൊരു പെർമിഷൻ തരാനായിട്ട്. കാരണം ഫോർക്ക് ഓയിൽ സീലും കൂടി മാറ്റുകയാണെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിരിക്കും. പ്രത്യേകിച്ച് ഓയിൽ സീലിൻ്റെ ഫോർക്കുമായി ബന്ധപ്പെട്ട് ഓയിൽ ലീക്ക് കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം തൊടാതിരിക്കണതാണ് ഏറ്റവും നല്ലത്. ഓയിൽ ലീക്കിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങളോ ആക്ഷനിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഫോർക്ക് അഴിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതും കൂടി നോക്കിയിട്ടൊന്ന് കൃത്യമായിട്ട് പറയണം. അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻ്റ് ആണ്, അത് മാറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി കറക്റ്റായിട്ടൊന്ന് പറഞ്ഞേക്കാം. കാരണം അതിൻ്റെ കംപ്ലയിൻസ് ഒന്നും ജോബ് കാർഡിൽ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, സർവീസായിട്ടും പറഞ്ഞാണ്. ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന പ്രോബ്ലംസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് റിപ്ലൈ ചെയ്യാം. അതനുസരിച്ചിട്ട് നമുക്ക് ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, ഇനി ഏതെങ്കിലും ഒഴിവാക്കേണ്ടതുണ്ടോ അങ്ങനെ നോക്കിയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് നമുക്കത് വെച്ച് നോക്കാം. അതനുസരിച്ച് നമുക്ക് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. പിന്നെ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ടയർ, ബാക്ക് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബ്രേക്ക് പാഡ് സെറ്റ് ബാക്കൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. 12.97 റേഞ്ച് വരെ വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴേക്കും 9.25. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. പുതിയ ഫിൽറ്ററാണ് കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഓയിൽ മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ഓയിൽ സ്റ്റിക്കിൻ്റെ ഓറിങ്ങും അതേപോലെ തന്നെ ബോൾട്ടിൻ്റെ വാഷും കൂടി നമുക്ക് മാറ്റേണ്ടി വരും. ഫ്രണ്ടിലെ കോൺസെപ്റ്റ് ഓൾറെഡി ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഫ്രണ്ട് വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഇല്ല. ടയറിൻ്റെ തേയ്മാനത്തിൽ ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട്. അത് നിലവിൽ ഈ മോഡൽ ടയറിന് വന്ന ഒരു പ്രോബ്ലമാണ്. ഇതിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിങ്ങനെ ഒരു കയറി ഇറങ്ങലോട് കൂടിയിട്ടുള്ള ഒരു തേയ്മാനം കാണിക്കുക. അത് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഹാൻഡിലും ഒരു ജർക്കിങ് ഫീൽ ചെയ്യുന്നത് ടയറിൻ്റെയാണ്. പരമാവധി ഉപയോഗിക്കുക, അതിന് ശേഷം മാറ്റിയിടാം. മാറ്റിയിടുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ബെറ്റർ എനിക്ക് തോന്നുന്നു. MRF ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ അതായിരിക്കും. സെയിം മോഡൽ കേട്ടോ.
പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് പാഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്, കാലിപ്പർ ഗ്രീസ് ചെയ്യാനായിട്ട് കഴിച്ചിട്ടുണ്ട്. നിലവിൽ ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കാലിപ്പർ ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് എനിക്ക് ചെയിൻ സ്പോക്കറിൻ്റെ കേസ് കൃത്യമായിട്ടൊന്ന് പറയണം, എന്താ ചെയ്യേണ്ടത് മാറ്റണമെങ്കിൽ അതിൻ്റെ കേസ് പറയണം. കാർബേറ്ററിൻ്റെ കേസ് കൃത്യമായിട്ടൊന്ന് പറയണം. ഫോർക്ക് ഓയിൽ മാറുന്ന കൂട്ടത്തിൽ കൂടെ ഓയിൽ സീൽ മാറണമെങ്കിൽ അതിൻ്റെ കേസ് കൂടിയും കറക്റ്റായിട്ടൊന്ന് പറയണം കേട്ടോ. അതിന് ശേഷമാണ് നമുക്കൊരു എസ്റ്റിമേറ്റ് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ. അതിപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം. അതനുസരിച്ചിട്ട് നമുക്കൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് എസ്റ്റിമേറ്റ് ഞാൻ വീണ്ടും വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ.